ഇതിനാണ് എന്റെ ഭാര്യ അങ്ങനെ മുക്കിന്റെ സാധനങ്ങളൊന്നും ഇട്ട് നടക്കുന്നത് എനിക്കിഷ്ടല്ല. കാശ് കൊടുത്തു കഴിഞ്ഞ് ഇങ്ങനത്തെ കിട്ടും, സ്വന്തം ഭാര്യക്കും കിട്ടും. അപ്പൊ ഇല്ലെങ്കിൽ പുറത്തോടെ പോണ ഏതെങ്കിലും ലക്ഷ്മീനെ വിളിച്ചോ, ഇവർക്ക് ലക്ഷ്മി ഉണ്ടായാൽ മതി. ഇവർക്ക് ഇങ്ങനത്തെ കടകളിൽ പോയി കഴിഞ്ഞാൽ കണ്ണ് കാണില്ല. അങ്ങനെയാ എങ്ങനെ കിടക്കണത്, അതും വേണം. മോശല്ലേ ഒരു ഒന്നും തുറക്കണ്ടെന്ന് പറയാ നമ്മുടെ ആളില്. തൂക്കം ചോദിക്കരുത്, അതിട്ട് മടക്ക് കാശ 500 വേണമെങ്കിൽ അവരെ മടക്കിട്ട് തരാം. പെണ്ണുങ്ങൾക്ക് ആക്രാന്തമില്ല എന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല. ഇല്ല, നീ ആ ഭാഗത്ത് ചെയ്യനേ ഇല്ല. ഞങ്ങളെ ഗുഡ് വില്ലിക്ക് ഡ്രസ്സിന് മാച്ചായിട്ട് ഡ്രസ്സിന് ചേരുന്ന ആക്സസറീസ് വാങ്ങിക്കാൻ പോയിട്ടേ ഞാൻ വാങ്ങിച്ചു. ചേച്ചിക്ക് ഒരു സാധനം ഇഷ്ടപ്പെടില്ല, ചേച്ചിക്ക് സ്വർണം മതിയും തീരുമാനിച്ചു. അല്ലൻ ചേട്ടനും പറഞ്ഞു വീട്ടിൽ വന്നപ്പോൾ എന്തിനാണ് എൻ്റെ ഭാര്യ അങ്ങനെ മുക്കിൻ്റെ സാധനങ്ങളൊന്നും ഇട്ട് നടക്കുന്നത് എനിക്കിഷ്ടല്ല. എന്നിട്ടല്ലേ ചേട്ടൻ പറയാനുള്ളത്? എനിക്കൊന്നും പറയില്ല, വിളിക്കെന്ത് തോന്നുന്നു അത് എടുക്കാന്നുള്ളതല്ലോ. അല്ലാണ്ട് നമ്മൾക്കൊന്നും വേറെ ഈ ഡൂപ്പ് സാധനം ഇടണമെന്നില്ല. ഇടുന്നത് നല്ല ഇടുക സാധനം കേട്ടോ, ഡൂപ്പ് സാധനം ഇമിറ്റേഷൻ ഗോൾഡിന് പറഞ്ഞാണ് കേട്ടോ. ഡൂപ്പ് സാധനം ഇടുന്നത് അല്ല ചേട്ടന് ഇഷ്ടമല്ല, സ്വന്തം ഭാര്യ. അതുകൊണ്ട് ഞങ്ങൾ സ്വർണ്ണക്കടയിലേക്ക് പോവാണ്. ചേച്ചിക്ക് ഇഷ്ടം ഈ ഡൂപ്പ് സാധനം ഇട്ടിട്ട് മേലെ ഇനി ചൊറിയും കഴിയുന്നു വേണ്ടെന്ന് വെച്ചിട്ട് സ്വർണ്ണം തന്നെ. ചേച്ചിക്ക് ഇതുവരെ ഇട്ട് ശീലമില്ല, അതുകൊണ്ട് അറിയില്ല. ഇല്ലെങ്കിൽ ഉണ്ടെങ്കിൽ നല്ലത് ഇടുക, അതറിയുന്നത്. അതാണ് അല്ലൻ ചേട്ടന്റെ പോളിസി. അല്ലാണ്ട് നമ്മൾ കാണിക്കാൻ വേണ്ടി അവിടെ നിന്ന് ഇവിടെ നിന്ന് വാങ്ങിച്ചിട്ടൊന്നും നമ്മൾ ഇടിപ്പിക്കില്ല. നമ്മുടെ ഉണ്ടെങ്കിൽ ഇടുക, അത്രയും. ഭാഗ്യം വേണം ഇങ്ങനെയുള്ള കെട്ടിയോമാരെ കിട്ടാനായിട്ട്. അപ്പോൾ ഞങ്ങള് അപ്പോൾ SRKയിലേക്ക് പോവാണ് കേട്ടാ. എന്തും പറയണ്ട ചേട്ടന്, എന്താ അവിടെ നിന്നിട്ട് എന്തോ പറയാ, ഇങ്ങനെ വാക്കുകൾ വരുന്ന പോലെ ഉണ്ടല്ലോ ചേട്ടന്. അത് ശരിയാ. ഇവിടെ എനിക്കൊരു സാധനം എടുത്തതെന്ന് വെച്ചപ്പോ എന്നെ പേടിപ്പിച്ചോണ്ടിരിക്കുക. പണിക്കൂലി ഇത്ര വരും, മറ്റേത് ഇത്ര വരും, ഇത്ര അധികം കാശിന്റെ പകുതി ഉണ്ടെങ്കിൽ നിനക്ക് ഗുഡ് വില്ലെ പ്രീനെയർ എടുത്തങ്ങാനും പോയിട്ട് വാങ്ങിച്ചാ പോരെ. ഇന്നലെ രാത്രി എന്നോട് പറയണതാ. ഇന്നലെ രാത്രി അപ്പൊ നിനക്ക് ക്ലാസ് എടുക്കുകയായിരുന്നു കുറെ നേരം ക്ലാസ് എടുത്തു അതിനെ കുറിച്ച്. അപ്പൊ എനിക്ക് അയ്യോ ഇനിയിപ്പൊ കാശ് കുറഞ്ഞ് ഞാനായിട്ട് ഇനി കളയോന്ന് ആലോചിച്ചിട്ട് ഞാൻ ഇരിക്കണേ. അല്ല, ഈ ഡ്രസ് എടുത്ത് കഴിഞ്ഞാൽ 5 പൈസ കിട്ടില്ല. ഇത് പണിക്കൂലിയില്ലേ പോവുള്ളൂ, ബാക്കിയുണ്ടാവല്ലോ. അപ്പൊ നമ്മള് പോവാണ് കേട്ടാ. സീമരെ ബാഗ് കാട്ടിക്കും, ബാഗ് ചേച്ചി ഒരു കമ്മൽ കൊണ്ടുവന്നിട്ടുണ്ട് കണ്ട, ആൻറ്റിക്ക് പോലത്തെ. ഇതിന് മാച്ച് ആവണം മാല വേണം ചേച്ചിക്ക്, അതൊന്ന്. പിന്നെ ചേച്ചി ഒരു മാല കൊണ്ടുവന്നിട്ടുണ്ട്, അതിന് മാച്ചായിട്ടുള്ള കമ്മല് വേണം. വേണ്ട ഒരു പാലക്കമാല, അതിൻ്റെ ജിമിക്കി. കാശ് കൊടുത്തു കഴിഞ്ഞ് ഇങ്ങനത്തെ കിട്ടും, സ്വന്തം ഭാര്യക്കും കിട്ടും. ഏയ് അതല്ല മേജോ, ഇത്ര ആളിത് മിണ്ടാണ്ടിരുന്നതാ. അല്ലെങ്കിൽ ഇത് എടുത്ത ആൾക്ക് ഫസ്റ്റ് ഇടാൻ കിട്ടണ്ടേ, ഇത് വിരിട്ട് ഇത് തയ്യനെ. അതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ അപ്പൊ അതുകൊണ്ട് മേജോ ഇത് എടുത്തപ്പോഴേ മിണ്ടാണ്ടുന്നതാ. അല്ലെങ്കിൽ ഒരു 25 വീഡിയോയില് നീ കണ്ടത്. അപ്പൊ ഇതിങ്ങോട്ട് കൊണ്ടുവരണ്ടായിരുന്നില്ലേ മേജോ? നിനക്കിന് കാണാം അതിനുള്ളത് ജിമിക്ക്. ഷോർട്ടാണോ ഇങ്ങനെ വരുന്നത്? ഇറങ്ങിയേക്കണം, ഇറങ്ങി നിക്കണതും കാണിച്ചോ. മറ്റേ ഈ സാധാ തൂക്കം പ്രഭവം ഈ 5-10 പവന്റെ എടുത്തുകൊണ്ടിരിക്കുക. അതെ 5 പവന് താഴെയുള്ളൂ. ഇതെനിക്ക് അത്ര ഇഷ്ടമായില്ല. മോഡൽ വേറെ ഇത്തിരി താഴോട്ട് പോട്ടെ തൂക്കം. ട്രയലിക്ക് എടുക്കണ്ട, നീ ആ സാധനം എടുത്ത് വെച്ച് കൊടുത്താ. ലക്ഷ്മിയൊന്നുമില്ലേ? ആ കമ്മലുമേ ലക്ഷ്മി അല്ലേ? ലക്ഷ്മി ഇല്ല, ഇല്ലെങ്കിൽ പുറത്തോ മേജോ, ഇല്ലെങ്കിൽ പുറത്തോടെ പോണ ഏതെങ്കിലും ലക്ഷ്മീനെ വിളിച്ചോ, ഇവർക്ക് ലക്ഷ്മി ഉണ്ടായാൽ മതി, എടുത്തു കൊടുത്താൽ മതി. ലക്ഷ്മി തന്നെയാ. എന്റെ കണ്ണട തരൂ.
എനിക്കിതൊക്കെ ഒരേ ഡിസൈനായിട്ട് തോന്നണേ. ചേട്ടൻ്റെയാ അത് വേണ്ട, അത് ഊരി വീഴും, ലൂസാ. ഇത്തിരി വെള്ളം തരും കുടിക്കാൻ. ഇത് ഇതൊക്കെ ലക്ഷ്മി. സാധാ വെള്ളം മതി. ഇത് വെള്ളം ഇവർക്ക് ഇങ്ങനത്തെ കടകളിൽ പോയി കഴിഞ്ഞാൽ കണ്ണ് കാണില്ല. അതായത് ഒക്കെ മറന്നു വെച്ചിരിക്കും. സരിതര കണ്ണാടിയില്ലേ, അത് ആ ഗുഡ് വില്ലിൽ ഇന്നലെ പോയപ്പോ മറന്നു വെച്ചു. ഒക്കെ കണ്ണ് മഞ്ഞളിച്ച് ഒക്കെ നടക്കണം. ഇപ്പൊ മറവി മനുഷ്യ സഹജമാണ് അല്ലേ? നമ്മളൊക്കെ എവിടെയെങ്കിലും ഒക്കെ മറന്നേക്കില്ലേ സാധനങ്ങള്. അതേ മേജോ, അതെ സരിതിക്ക് എല്ലാ വെള്ളം വേണ്ട, വെള്ളം വേണ്ട എനിക്ക്. അവളൊന്നും എടുക്കണില്ല. വെള്ളം കുടിപ്പിക്കും. ഭംഗിയുണ്ടോന്ന് ഞാൻ പറഞ്ഞാലും ചേച്ചി എടുക്കുള്ളൂ. ഞാനിപ്പോഴല്ല കുറച്ച് കഴിഞ്ഞിട്ട് വെള്ളം കൂടുതൽ കുടിക്കുക. ബില്ല് അടിച്ചു കഴിഞ്ഞിട്ട് മതിയാവും മിക്കവാറും. പോരായി വരും, വെള്ളം പോരായി വരും. കമ്മലോട് ഇട്ട് നോക്ക് എൻ്റെ ഒപ്പം. കമ്മല് ഇഷ്ടായിട്ടില്ല. കഴിഞ്ഞാൽ ഈ കളറിലേക്ക് നമുക്ക് സെറ്റ് ചെയ്യാൻ വേണമെങ്കിൽ അത് കമ്മല് കമ്മല് സെയിം ഈ കളറാക്കണേ ആക്കി തരാം. അതിപ്പോ സെയിം തന്നെയാ, വലിയ മാറ്റമൊന്നുമില്ല. കമ്മലടക്കം ഇട്ട് നോക്കിയാ പറഞ്ഞ പോലെ. കമ്മലിട്ടാലാണ് ഒന്നാമത് ഇങ്ങോട്ട് വരുമ്പോ ഇനി കാതിലൊന്നും കാതിലും ബന്ധുക്കോസുകാരെ പോലെ വരിക കേട്ടാ. അല്ല അതുപോലെ വന്നാ മതി. ആ അത് അതിന്റെ ഇടയിൽ കൂടെ എടുക്കുമ്പോഴേ ഏത് ഇതറിയണില്ല. കഴുത്തില് മാലേര കുളത്തെ ഇങ്ങോട്ട് അടിക്കാം. ഇത് ഇവിടെ കഴിഞ്ഞ് വയ്ക്കാം. അധികം ബാഗിൽ വയ്ക്കാം. പേടി കൊണ്ടല്ല. ഇതിന്റെ ഇടയിൽ അത് പെടണ്ട. ഉണ്ടാവില്ല. അപ്പൊ പക്ഷെ ഇതിന്റെ കളറല്ലേ ചേച്ചി, അത് ചേട്ടനാടാ അതവൻ കളർ ഇതാക്കി തരും കമ്മലിന്റെ. അതാക്കാൻ പറ്റിയല്ലേ? ഇത് പറ്റില്ല. എടാ ആ കളർ കമ്മലിനെയാക്കാൻ പറ്റുമോ? അങ്ങനെയാണ്. ഞാൻ ആദ്യം ഈ കമ്മലിട്ട് ഈ നാല് എനിക്ക് വേണ്ട, എനിക്ക് അതിട്ടോ. അതെത്രയാ? അതാണ് ചേട്ടന്റെ ചിരി മാഞ്ഞു മുഖത്ത്. ചേട്ടന്റെ മുഖത്ത് ചിരി മാഞ്ഞു. എനിക്ക് ചിരിക്ക് ഇവിടെ നിന്നും ചിരിക്ക് ഇതൊന്നുമില്ല. അത് തന്നെ അല്ല ചേട്ടൻ പരമാവധി ഇങ്ങനെ പറഞ്ഞാൽ മതി. അപ്പൊ ആള് എനിക്ക് തന്നൊരു വിഷയമല്ല. നീ 6-10 പവൻ ഏത് വേണമെങ്കിൽ എടുത്തോ. എത്ര പവൻ എടുക്കണത്? അങ്ങനെ തീരുമാനിച്ചിട്ടില്ല. ചേച്ചിക്ക് ഏതാണോ ഇഷ്ടമാണ് അത് എടുത്തു കൊടുക്കുന്നതാണ്. അല്ലേ ചേട്ടൻ വാക്ക് കൊടുത്തിട്ടാണ് വീട്ടിൽ നിന്ന് വന്നിട്ടുള്ളത്. ബാക്കിൽ തോരി കൊടുക്കാൻ. എന്നല്ല നന്നായി ഞാൻ മാല വിചാരിച്ചിട്ട് വന്നു. നീളം കൂടുതൽ വേണം. അങ്ങനത്തെ ടൈപ്പ് ഞാൻ ഷോർട്ട് മതി എന്ന് പറഞ്ഞാൽ. പക്ഷെ ഇത് കണ്ടപ്പോ എനിക്ക് വലിയ കുഴപ്പം തോന്നിയില്ല. പക്ഷെ ഇത് 6 പവനല്ലേ? അത് വേണ്ട. പിന്നെ അങ്ങനത്തെ അത് 4 പവനാക്കി പണിത് തരുമോ മേജോ? പറ്റില്ല അല്ലേ? ഏതെടുത്താലും ഒരു കല്യാണത്തിന് ഇടാൻ പറ്റില്ല എന്നല്ലോ. വേറെ വേറെ കല്യാണത്തിന് മാറ്റി മാറ്റിയിട്ടൂടെ? എന്തിട്ട് പറഞ്ഞപ്പോ അതെ ഒരു കല്യാണത്തിന് തന്നെയാണെങ്കിലേ നിങ്ങൾക്ക് ഇടാൻ പറ്റില്ല, ഒരാൾക്കിന് ഇടാൻ പറ്റില്ല. കല്യാണത്തിന് ചേച്ചി അതിന് ഒരു കാര്യം, ഞങ്ങൾക്ക് ഒരു കല്യാണം ഉണ്ടാവുമ്പോ നിങ്ങക്ക് 50 കല്യാണം ഉണ്ടാവും. അറിയാ എന്നുവെച്ചാൽ നിങ്ങക്ക് അത്രയ്ക്കധികം മേജോ. വേണ്ട എനിക്ക് ഇഷ്ടമല്ലേ? ലക്ഷ്മിന് വേണമെന്ന്. സ്ക്വയർ വേണ്ടാന്ന് ഇപ്പൊ എന്നെ പറഞ്ഞു ചേച്ചി. സ്ക്വയർ വേണ്ടാന്ന് ഇറങ്ങിയെടുക്കാന്ന് പറഞ്ഞാൽ എന്തോ ഇറങ്ങിയെടുക്കണം. നോക്കട്ടെ. നിനക്ക് ഇത്രയിൽ ഇത്ര ഇറക്കം വേണമെങ്കിലും ആ ചരടുണ്ട് ഇവിടെ. എന്തൊക്കെയാണ് നീളം കൂടുതൽ വരുന്നത്? ലക്ഷ്മി ടൈപ്പ് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. നീളം കൂട്ടിയില്ല. പിന്നെ ഈ വെയിറ്റ് ഇതേപോലെ വരുന്നത് അതൊക്കെ ഒന്നും ഈ അയ്യോ അതൊന്നും വേണ്ട. ഞാനിവിടെ കല്യാണം തന്നെ നമ്മളന്ന് കൃഷ്ണയ്ക്ക് സ്വർണ്ണം എടുക്കാൻ 5 പവന്റെ സെറ്റ് ചെയ്തതില് ഒരു 3 സ്റ്റെപ്പായിട്ടുള്ള മാല ഇടുന്നില്ലേ? ഡയമണ്ട് ഇതില് കല്ല് വെച്ചിട്ട് ഇതേ കൊണ്ടുവരുന്നത് നോക്കിട്ട് അത് അങ്ങോട്ടേക്ക് നിങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് വയ്ക്കുമ്പോ അവിടെ നോക്കും. ആ കല്ലും പേളുകളൊന്നും എടുക്കരുന്നല്ല ചേട്ടാ അവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ട് വീട്ടിൽ നിന്ന്. ആ അങ്ങനത്തെ ഒരു സാധനം എടുക്കരുതെന്ന് പറഞ്ഞിട്ട്. എവിടെ ലക്ഷ്മി? ഇത്ര വലിയ മാലയാണോ ചേച്ചെടുക്കണേ? അങ്ങനത്തെ അല്ലടാ പറഞ്ഞേ. ഇത്തിരി നീളത്തിൽ ഇങ്ങനെ കിടക്കണം, അത്രേ ഉള്ളൂ. ഇതുപോലത്തെ എങ്ങനത്തെ പറയപ്പോ അത് 40 ഗ്രാം ഉണ്ടാ? 5 പവൻ ഉണ്ടല്ലേ? എന്താ രണ്ടായിട്ട് കുറച്ചും കൂടി ഇറങ്ങണം. ഇത്ര വരെ ചേച്ചിക്ക് വേണ്ടോ അല്ലേ? ഇങ്ങനെ കിടന്നാ മതി. അപ്പൊ ഇത് പിടിക്കുക ഒന്നും ഉണ്ടാവില്ല. വേറെ ഞാനും ക്ഷീണപ്പെടണോ?
സാരി എടുക്കുമ്പോ ഇത് ഇങ്ങനെ എടുക്കുമ്പോ ഭംഗി കുറവുണ്ടോ ശരിതെ ഇതിങ്ങനെ ലൂസ് പോലെ കിടക്കണ്ട. അല്ല അത് അങ്ങനെയാണ് അതിന്റെ അതിന്റെ മോഡല് പണി എങ്ങനെയാ? ലൂസിലാണ് മോഡൽ കിടക്കുന്നത്. അങ്ങനെയാ എങ്ങനെ കിടക്കണത് ലൂസിലാണ് കിടക്കുന്നത്. കുഴപ്പം തോന്നി. ഇല്ലേ ഇത് ലക്ഷ്മി ചേട്ടാ. പക്ഷെ കമ്മലിന് മാച്ചും അല്ല. മാക്സിമം ആ കളറ് കമ്മല് ചൊമ്പാക്കി തരും. ഇതാക്കി തരാം. ഇതെങ്ങനെയുണ്ട് കേട്ടോ? വലിയ കുഴപ്പമില്ല. കുഴപ്പമില്ല, ചേച്ചിയുടെ ഇഷ്ടമാണ്. അത് പറയും അൾട്ടിമേറ്റ് ആയിട്ട് അല്ല ഭംഗിയുണ്ട്. ഇതേപോലത്തെ വേറെ ഉണ്ടോന്ന് മുല്ല വേണ്ടല്ലോ, ഈ മുല്ല വേണ്ടല്ലോ. മുല്ല വിളിക്കുവാണ്. ഞങ്ങളുടെ അടുത്ത് കഴിഞ്ഞിട്ട് വേണം വിളിക്കെടുക്കാനായിട്ട്. മുല്ല വേണമെന്ന് അവൾക്ക് മുല്ല വേണമെന്ന് പറഞ്ഞു. പിടിച്ചേട്ടെ ബാഗിലൊന്നും ഇല്ലെന്ന് പറഞ്ഞിട്ടില്ലേ. അത് വേണ്ടത് മോഡലാണ്. അത് വേണ്ട. അടുത്ത് ഇനി ഇതിൽ വെക്കേണ്ടത് ഇത് കണ്ടപ്പോൾ അതിനേക്കാൾ ഭംഗിയതല്ലേ സരിത? അത് നോക്കട്ടെ. അതൊക്കെ എത്ര വെയിറ്റ് വരും? ആ ഇതൊരു മോഡലാണല്ലോ പറഞ്ഞ പോലെ. ഇത് അത് കണ്ടിട്ടില്ല. ഇത്ര ഉള്ളൂ വെയിറ്റ് 3 പവനുള്ളൂ. ഇത് കണ്ടിട്ടുണ്ടല്ലേ സരിത? ഇങ്ങനത്തെ ഇത് കണ്ടിട്ടുണ്ട്. അത് പക്ഷെ കണ്ടിട്ടില്ല കേട്ടോ ചേച്ചിയെ. അത് നഗാസിന്റെ വെയിറ്റ് കുറവിൽ ചെയ്തു തരുന്നത് 4 പവൻ. അതിനൊരു നല്ല പുതിയ മോഡൽ ഇട്ടോ ചേച്ചിയെ. അയ്യോ ഇത് പക്ഷെ കല്ലൊക്കെ ഒന്നുമില്ലടാ. ഒക്കെ കുറയല്ലേ? അതല്ല കമ്മലിന് മാച്ചല്ലല്ലോ ഒന്ന്. അറിയുന്നില്ല. ഇത് കുഴപ്പമില്ല ചേച്ചിയെ. കളറ് സെയിമാ. കളറ് സെയിമാട്ടെ ചേച്ചി. ഇട്ടപ്പോ ബാക്കിന്റെ ചേരട്ട് ഒന്ന് കാണാത്ത രീതിയിൽ അതിനൊക്കെ ബാക്ക് ചെയ്യും വേണം. ചെയ്തിട്ട് വരാം. അതും വേണം. ചേരട്ട് പോരെ. ചെറുതും വേണം. ചിരടത്തിൻ്റെ ഉള്ളിലേക്ക് അതിക്ക് സാരിയോട് കുറച്ച് കഴിഞ്ഞ് കാര്യം കഴിഞ്ഞില്ലേ. ഇതെന്നിട്ട് തോന്നുന്നു ഇത് സരിത? നല്ല ഭംഗിയുണ്ട്. മറ്റേനേക്കാളും ഭംഗിയുണ്ട്. പറഞ്ഞ പോലെ ഒരു പുതിയ മോഡലായിട്ടുണ്ട്. സീമേരെ എടുക്കൽ കഴിഞ്ഞു. ഇനി സൈദിക്കുള്ളതാണ്. കല്ല് കുറവുള്ളത്, ഇത്തിരി വലിപ്പമുള്ളത്. ഇതെത്ര ഇതെത്രയാ? ഇത് വെയിറ്റ് വരുന്നത് ആ, അത് 5 weight ഇല്ല. പൗണ്ട്. വേണ്ട സ്റ്റോൺലെസ് ചെയ്തിട്ട്. നമുക്ക് ഇതിൽ ഭംഗി അതാ. അതാ ഭംഗി. 2-3 കളർ. അതെ ഇതിന് വേറെ വേറെ കളർ വരാറുണ്ട്. ഒരു പാപ്പനെ വിളിച്ചേക്ക് സരിത. ഓ പാപ്പൻ ഭയങ്കര പോസായില്ല ദൈവം. അങ്ങോട്ട് തിരിഞ്ഞിരിക്കുക സരിത എനിക്കിത് വേണമെന്ന് പറയുകയാണെങ്കിലേ അപ്പം എടുത്തു കൊടുക്കണ്ട. നമ്മുടെ ഇത് താഴാനും പറ്റില്ല മേജോ. ആ സബ്സ്ക്രൈബേഴ്സ് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മോശല്ലേ. ഒരു ചുക്കൂലിയ ഒന്നെടുത്ത് നോക്കണ്ടെന്നാ പറയാ നമ്മുടെ ആളില്. എടുത്തു കൊടുത്തൂടെ? എടുത്തു കൊടുത്തു. ഭാര്യല്ലേ ഉള്ളൂ. കഴുത്തിലേക്ക് നോക്കാം. ഇതെങ്ങനെയുണ്ട്? ആ അത് ഭംഗിയില്ലേ, കുഴപ്പമില്ലേ. മേജോ പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്തേക്ക് ഇതപ്പടി എടുത്ത് മാറ്റി ഇത് മതി. അതവിടെ കിടന്നു. അവിടെ കിടക്കട്ടെ. അവിടെ എടുക്കട്ടെ. ഈ പോണം ബില്ലടിക്കാൻ ഞാൻ ഇവിടെ ഇരുന്നോണ്ട് നമുക്ക് എന്തിട്ടാണ് ചേട്ടന് നമ്മളെ എത്ര സ്വർണം പാലിക്കാണ്. കമ്മലിട്ടാ ഒരാഴ്ച അല്ല ജിമിക്ക് ഒരാഴ്ച കൊണ്ട് കിട്ടാൻ മേലെ താപ്പുണ്ടാ. ഏറ്റവും തൂക്കം കുറവില്ല. ജിമിക്ക് എത്ര ഗ്രാമ ഉദ്ദേശിക്കുന്നത്? അതാ ഞാൻ പറഞ്ഞത്. 1 പവൻ. ജിമിക്ക സാധാരണ ചുറ്റി കൂട്ടിട്ട് പാത്രത്തിൽ അമർത്തി വെക്കുന്നത്. ആ പരിപാടി പാടില്ല. ഒരിക്കലും ഇല്ല. അവിടെ കൊണ്ടുവയ്ക്കുമ്പോ പാത്രത്തിലല്ലേ വെക്കുന്നത്? അങ്ങനെ വെക്കരുത്. ഞങ്ങളൊക്കെ ഇതേപോലെ ബോക്സിൽ നിർത്തി കറക്റ്റ് വെക്കണം. ഇത് എവിടെ കംപ്ലൈന്റ് ആവാണ്ടിരിക്കാനാ പറഞ്ഞത്. അല്ലെങ്കിൽ കണ്ണികൾക്കൊക്കെ വ്യത്യാസം നിങ്ങൾ ചിലപ്പോ ഓടിയില്ലേ. ഇത് എടുത്താലോ ചേച്ചിക്ക്? അല്ല ചേട്ടാ ഈ കഴുത്തിലേ ഇത് ഇത് എത്ര തൂക്കം? തൂക്കം ചോദിക്കരുത്. അതിട്ട് ഇതിന്റെ ഭംഗി നോക്കിയാലേ ചേട്ടൻ. ഇത് ഭംഗിയുണ്ടല്ലോ. ഇത് ഇറക്കിയ സരിത. ഇത് ആ സാരിക്ക് അടിപൊളിയായിരിക്കും. ഏത് റിസപ്ഷന്റെ സാരിക്ക്. ഇത് നോക്ക് എന്ത് 32. ചിരിച്ചിരിക്കണ്. ഭംഗിന്റെ നോക്കി എന്ത് ഭംഗിയാ നോക്കിയ. അപ്പൊ ഇതും അതും എടുക്കണ്ട. തീരുമാനിക്കുന്നത് ഇഷ്ടപ്പെടാത്തത് ഊരി. ഇഷ്ടപ്പെടാണ്ടല്ല, ഇത് വേണ്ട. ഇത് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ചേച്ചി എടുക്കാൻ വരും. അയ്യേ അത് മുസ്ലിങ്ങളുടെ അല്ല. അങ്ങനെയൊന്നുമില്ല. കുവൈറ്റി ഡിസൈൻ. നിങ്ങൾ ഒരെണ്ണം തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇതുമ്പോൾ നിർത്തും. ഇനി അടുത്തത് പറഞ്ഞു കൊടുക്കുക. അതാ ഇത് ഇതിന് കമ്മല് നോക്ക്. കണ്ട ഇത് കുഞ്ഞിതാ. മോനെ ഇത് എടുത്ത് വെച്ചോളൂ. മുല്ല എനിക്ക് അടക്ക് കാശ് വേണമെന്നിട്ട് അടന്നു. ഞാൻ ഇപ്പോഴാണ് ഓർമ്മ വന്നത് കണ്ടപ്പോൾ. മടക്ക് കാശാ വേണമെങ്കിൽ ഞാൻ ഒരെണ്ണം 500 വേണമെങ്കിൽ ഒരെണ്ണം മടക്കിയിട്ട് തരാം. മടക്കുള്ള കാശ് വേണം. അടക്ക് കാശല്ല, അടക്ക് കാശ്. കാശുമാലില്ലേ ചേട്ടാ, അത് അടക്കി വെച്ചിട്ട് അടക്ക് കാശ്. അത് വലുത് ഇത്തിരി ഇറക്കളതില്ല അല്ലേ? ഇല്ല, അത് പറഞ്ഞപ്പോ തരൂ. ശരിയായില്ലേ? പോവാന്ന് വെച്ചാ അയ്യോ ഇതിന് ബാക്ക് ചെയ്യണം.
അതേ തരാം. എടുക്കല് കഴിഞ്ഞില്ലേ? ഇല്ലാണ്ട് പിന്നെ നമുക്കത് പപ്പടം കാച്ചണ സമയം അതാണല്ലോ ചേട്ടൻ്റെ സ്ഥിരം ഡയലോഗ്. പപ്പടം കാച്ചുന്ന സമയം കൊണ്ട് സ്വർണ്ണം എടുക്കല് എന്തിനാണ് അല്ല ചേട്ടൻ കൂടെ വന്നത്? അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഇരിക്കും, അത് നോക്കി ഇത് നോക്കി അല്ലേ? ഇനി എന്തൊരു പേളുടെ മാല നോക്കാനാ ചേട്ടാ അത്. നിങ്ങളിവിടെ കാലത്തോടെ വിടേണ്ട വരും. ഇവിടുന്നല്ലേ വിളിക്കല്ലേ? ആ അവർക്ക് നോട്ടെ, ഇരുന്ന് നോക്കാം. ഇവർക്ക് ഒരു വെറുതെ ഇരിക്കും, ഇവർക്ക് ഒരു അതായത് എന്റർടൈൻമെന്റ്. ചൊറി ഇൻട്രമേജോ നിനക്ക് ഇവിടെ അല്ല വെറുതെ ഇരിക്കാന്ന് പറഞ്ഞ് ചൊറി മാന്തിരിക്കാന്നേ ഇവര് പറഞ്ഞു. അവർക്ക് അവരെ പണികൾ ഇഷ്ടം പോയി കാണുമ്പോഴേക്കും തലയിലുള്ള എന്തൊരു ഭാരമാക്കി കാണുമ്പോ സിമ്പിളായിട്ട് ആ ഇത് ഇങ്ങനത്തെ ഇതാണ് പേള് വരുന്നത്. ഇതാണ് പേള്. ഈ പോലെയല്ല പിന്നെ എങ്ങനത്തെ ഉദ്ദേശിച്ച ലെയർ കുറെ ലെയറുള്ളത്. 4 ലെയറുണ്ട് ഇവിടെ. 2 ലെയർ. ഇനി എത്ര ഈ റോഡ് തന്നെ 4 വരിയുള്ളോ ഇവിടെ. എന്നിട്ടാണ് ഇനി വേറെ ഈ ഇവര് ഇല്ലേ കൂടുതൽ വേണം കൂടുതൽ വേണം. ഒറ്റ ലെയറാണ്. അത് ഉണ്ടാവുള്ളൂ അല്ലേ? 2 ലെയർ ആക്കണം, ചെയ്താക്കണം. പണിത് ഒരു ചേച്ചി വേണമെങ്കിൽ ചേച്ചിക്ക് എത്ര ലെയർ വേണം? എനിക്കൊരു 5-6 വേണം. 5-6 ഇതൊരു ദേശീയ കൈവിയ. അതുപോലെ 5-8 ഈ ഇത്ര വലുപ്പം വേണം. എനിക്കൊരു പൊടി ഈ വലുപ്പം വേണം. ഈ വലുപ്പം വേണം. പേള് ഇങ്ങനത്തെ ഞാൻ ഉദ്ദേശിക്കുന്നത്. നീ ഇങ്ങോട്ട് നോക്കി പറയാണ്ട് ഇങ്ങോട്ട് നോക്കി പറ. അല്ല അവിടെ എവിടെയെങ്കിലും ഉണ്ടോന്നാണ്. അങ്ങനത്തെ ലെയറാണ് ആ ഉദ്ദേശിച്ചത്. ചോക്കർ എടുത്ത ചോക്കർ, ആ പേളിന്റെ അത് വൈറ്റ് പക്ഷേ ആ അതെടുത്ത അതേപോലത്തെ 4 എണ്ണായാലും കുഴപ്പമില്ലല്ലോ. ശരിക്കത് ടൈറ്റ് കറക്റ്റ് ഇങ്ങനെ നിൽക്കണ്ട. ചോക്കർ പോലെ നിൽക്കണം. ടൈറ്റ് 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 അങ്ങനെയല്ല, അങ്ങനെ കഴുത്തിലേക്ക് ഫിറ്റ് ആയിട്ട് അങ്ങനെയാണ് കിടക്കുക. അയ്യോ എനിക്ക് ഇങ്ങനത്തെ വേണ്ട. ഇങ്ങനെ കിടക്കുള്ളൂ. ഇതിങ്ങനെ കിടക്കണതാ ഭംഗി. നോക്കട്ടെ എത്ര വെയിറ്റ് വരുന്നത് നോട്ടെ. അതേ ചതി ഉണ്ടാവില്ലേ? ഈ 17 ഗ്രാം. അതെ ഇങ്ങനെയാണ് വരാത്. ഇതേ ഇനിയുണ്ടല്ലേ? അത് വേണേ സരിതെടുത്ത് അതെ ആ സരി തൊട്ടെടുത്തോളാം. എനിക്ക് വേണ്ടത് എടുത്ത് കൊടുക്കാനായിട്ട് എടുത്തോളാൻ പറഞ്ഞിട്ട് വേണ്ടാന്ന്. എനിക്കിഷ്ടമുള്ളതല്ല ഞാൻ എടുക്ക. അത് എനിക്ക് ഇഷ്ടമുണ്ട്. ഇത് എനിക്ക് ഇത് എന്താ ചോക്കർ ഭംഗിയിലെന്ന് പറയണേ? എനിക്ക് ഇഷ്ടല്ല ഈ ബാഗ് ഊരിക്കോ നേരം കളയണ്ട. അല്ല പിന്നെ ടൈറ്റ് ഇഷ്ടല്ല. തോന്നിട്ടുണ്ടാ? ടൈറ്റ് ലൂസാക്കാൻ പറ്റും. പിന്നൊരു കാര്യം തല നിവർത്തി പിടിച്ച് ഈ ഗുരുവായൂരേശന്റെ പോലെ ഇങ്ങനെ നിൽക്കേണ്ടി വരും കേട്ടാ. തല വളഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനം ഇത് കാണില്ല. കാണില്ലല്ലോ. അപ്പൊ 2 ലെയർ പോവും. എപ്പോഴും മാറി നോക്കി നടന്നാ മതി. മുകളിലേക്ക് ഇങ്ങനെ നോക്കി നെഞ്ചുരിച്ച് കിടക്കേണ്ടി വരും. ജിമ്മിന് പോണവരെ പോലെ ബോഡി ഇങ്ങനെ കാട്ടിട്ടേ. നാളെ പെയിന്റോന്നോ വെയിലുണ്ടോന്നോ നോക്കിയിരുന്നാ അയ്യോ എനിക്ക് വയ്യ ചിരിക്കാൻ ദൈവമേ. ലോക്കറ്റ് നല്ല രസമുണ്ട് കാണാട്ടാ. ലോക്കറ്റ് വേണ്ട എനിക്ക്. എനിക്ക് ഇങ്ങനത്തെ മാല മാത്രം മതി. ആ മാല ഇതേപോലെ ഇങ്ങനെ കിടക്കണം. അത് പുത്തമ്പള്ളിയിലൂടെ അതെ. ചേച്ചിയെ പുത്തമ്പള്ളിയിലൂടെ പോയി കഴിഞ്ഞാൽ ഇങ്ങനത്തെ മാല ആ, എന്തോരം കിട്ടും? 3-4 ലെയർ ഇങ്ങനെ വരും. ഇവിടെ ചെറിയൊരു പതക്കം പോലെ വന്നിട്ട് കണ്ണി അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. ചേച്ചിക്ക് പതക്കവും കണ്ണിയൊന്നും വേണ്ട, ഇത് മാത്രം മതി. പതക്കം കണ്ണിക്ക് വേണമെങ്കിൽ ജോയിന്റ് ഇല്ലാണ്ട് വെറുതെ സരിത നിറച്ച് മാല. പുത്തമ്പള്ളിയിൽ അങ്ങോട്ട് പോവാം. എത്ര ലെയർ 4-8 വേണമെങ്കിൽ അവിടെ നടക്കാം. സ്വർണ്ണക്കടയിൽ വന്നിട്ട് ഈ മാലമണിയുള്ള സാധനം വാങ്ങിക്കാൻ പോയി നോക്കണെന്ന് അവിടെ പോയി പോരെ. പണ്ടേ ഒരു ടൈം ഒരു 4 മണി കോർക്കലുണ്ടായിരുന്നു. എന്തോരം കോർത്ത് കൂട്ടിയാണ്. പാശിയും പേളും റൂബിയും കോറലും മാല ഒരു ദിവസം വാങ്ങിച്ചരാന്ന് പറഞ്ഞതല്ല എന്നിട്ട് എനിക്ക് കരിമണി മാല അല്ല കരിമണി മാല ഇല്ല. ആളുകൾക്ക് ഭയങ്കര ഇഷ്ടമല്ലേ കരിമണി മാല. കരിമണിയുടെ ബ്രേസ്ലെറ്റ് ഉണ്ടാ മേജോ? ഇതിന് എത്ര ഗ്രാം കൊടുത്തോണത്? 18 12 അല്ലേ? പേടിക്കില്ല, ഒരു 6 മാസം കഴിട്ടെ ഇതൊരെണ്ണം എടുത്തു തരാം. കാര്യം കഴിഞ്ഞില്ലേ? എന്നിട്ട് ഒരു ദിവസം എന്നോട് പറയും കരിമണി മാല എടുത്തരാം. ഓക്കെ അതെ എനിക്ക് ഈ ഇവിടെ കിടക്കുന്ന ഇത്രയല്ലേ എത്ര ബംഗാളികളുടെ അതെനിക്കിഷ്ടം. നിനക്ക് അവിടെ കിടക്കുന്നത് സാധനം ഇത്ര നീളം വേണ്ടത് ഇവിടെ വെച്ചിട്ട് മുറിച്ചാൽ അവൻ കണ്ണി യോജിപ്പിച്ച് തരും. തരും. അതാ ഞാൻ പറഞ്ഞ എനിക്കത് മതി. സ്വർണ്ണം കണ്ടു കഴിഞ്ഞാൽ എനിക്ക് കോട്ടുമായിട്ട് ഉറക്കം വരും. എന്നിട്ട് അത് ഈ അവിടെ പറമ്പിൽ നടക്കുമ്പോൾ ആ ചെയ്യിട്ടിട്ട് ഷർട്ട് ഇടാണ്ട് നടക്കണത്. ഇത് പാസരാണ്. അല്ലാണ്ട് ഞാൻ എന്റെ ചെയ്യുന്നല്ല, ഞാൻ കാലുമേ മുക്കണിട്ടോണ്ട് തരുക. അപ്പൊ അവൾക്ക് സ്വർണ്ണപ്പെട്ടുണ്ടെന്ന് പറഞ്ഞപ്പോ ഞാൻ ചേർത്തിട്ട് ഇത് ഈ പാസരം ഈ വക ആണുങ്ങൾക്ക് പെണ്ണുങ്ങൾക്കൊന്നും ഇല്ലല്ലോ കഴുത്തിലിടുന്നത്. ഞാൻ കണ്ട അപ്പൊ അവനറിയാം. അല്ലാതെ ഇതവിടെ വീട്ടിലിരിക്കണ്ട വെച്ചിട്ടുണ്ട്. കഴുത്തിൽ ഉരിയാണ്. എന്നാ എനിക്ക് കൊണ്ടുപോയാൽ എനിക്ക് ആവശ്യമില്ലേ? എനിക്കിപ്പോ യാതൊരു നിർബന്ധമല്ലേ.
പക്ഷേ 24 മണിക്കൂർ ഊരി വയ്ക്കുന്നില്ല കേട്ടോ. അല്ല ദൂരാൻ പറ്റില്ല, മേജ ദൂരാൻ പറ്റും, എടുത്ത് കുടിക്കേണ്ടി എടുക്കല്ലേ. അതിന് കുളത്തില്ലേ, കുളത്ത് വെച്ച് ഇത് ഇങ്ങനത്തെ നീളം കുറച്ചിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അതല്ല ഞാൻ ബംഗാളികളിൽ ഒറ്റ ലെയർ പോലെ എന്നിട്ടൊരു ഇവിടെ ഒരു താലി പോലെ അവരുടെ താലിയത് നമുക്ക് സെപ്പറേറ്റ് ലോക്കറ്റ് ആക്കേണ്ടി വരുന്നു മാത്രം. അങ്ങനെയാണ് ഇങ്ങനത്തെ നല്ലത്. അയ്യേ അത് ഭംഗി. പിന്നെ ഇതിൻ്റെ ചെറുതാ ഡബിൾ ലെയർ അല്ലേ? ചെറുതിന് ഒറ്റ ലെയറായി എന്താ കാര്യം? ശരിക്കും ഒന്നും എടുത്ത് കൊടുക്കാതെ ഈ പിള്ളേര് ഈ പിണങ്ങിയിട്ട് ഇരിക്കുന്ന കണ്ടിട്ടില്ലേ, അങ്ങോട്ട് തിരിഞ്ഞിരുന്നിട്ട് അതേപോലെ പിണങ്ങിയിട്ട് ഇരിക്കുന്നത് ഒന്നും കിട്ടാതെ. ശരി ഒന്നുമില്ല, ഒരു കുഞ്ഞൊരു 1 ഗ്രാമിൻ്റെ ഒരു മോതിരം എടുത്തോ. ഞാൻ അധികം എടുത്തു തന്നില്ലെങ്കിൽ എന്തെങ്കിലും എടുത്തു തന്നില്ല. അവർക്കൊരു വിഷമമില്ല. ടൈപ്പായിട്ട് വന്നേക്കാട്ടാ. അങ്ങനെ പറഞ്ഞു വീട്ടിൽ വന്നിട്ട് ഞാൻ അറിയാണ്ട് ആ വീടിന്റെ മണ്ട കൂടെ വാളും പരിചരിക്കുന്നതാണ്. അങ്ങോട്ട് ഇങ്ങോട്ട് എനിക്കൊന്നും എടുത്തു തന്നില്ല. അത് നീ പറയരുത്, പെണ്ണുങ്ങൾക്ക് ആക്രാന്തല്ല എന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല. സ്വർണം തുണി അവരെ വീക്ക്നെസ്സാണ്. പറ്റേ പുറത്തിടട്ടെ, ഇതാരും എടുത്തോണ്ട് പോകണമെന്നില്ല. ഇത് എത്ര മേജോ വെയിറ്റ്? 2 പൗണ്ട് താഴെ ഉണ്ടാവുള്ളൂ. 2 പൗണ്ട് നീയല്ലേ പറഞ്ഞത്? ആ അന്ന് 5 പവന്റെ ഇതിട്ടുണ്ടായിരുന്നു. താഴെ ഉണ്ടാവുള്ളൂ. അയ്യോ ഇത് ഭയങ്കര ഈ 2 മതിയാണെന്നല്ലോ ശരി. എനിക്ക് ഇത് ഭയങ്കര ടൈറ്റ്. അതെ തുള്ളിയല്ലേ ചേച്ചിയുടെ കഴുത്ത് വണ്ണം കൂടുതലാ. ഞാൻ പറഞ്ഞില്ലേ ടൈറ്റ് എന്ന് പറഞ്ഞാൽ പിരിവ് തീർത്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആവും. എനിക്ക് അല്ലെങ്കിൽ എനിക്ക് 3 അത്ര ഇഷ്ടമല്ലേ. ഇത് നമ്മൾ ഇങ്ങനെ പണിപ്പിക്കുന്നതല്ല, സെലക്ഷൻ വരുമ്പോൾ അതിന് നോക്കിയെടുക്കണതാ. ബോംബെ എന്ന് പറഞ്ഞിട്ട് അത് നമ്മളോട് ആ ഇവിടെ പിരിഞ്ഞ് എടുക്കണ്ടല്ലേ. അതങ്ങനെ വരും വരും. ചേച്ചിക്ക് ഇത് അന്ന് കാണിച്ചപ്പോ ഇഷ്ടായി എന്ന് പറഞ്ഞ വീഡിയോയില്. ഇത് കല്യാണത്തിന് വന്നോണല്ലോ. അത് കഴിഞ്ഞപ്പോ ഇത് കഴിഞ്ഞപ്പോ വേറെ കല്യാണം കുറെ എടുക്കില്ലേ. ഒരെണ്ണം പറഞ്ഞ് വന്നിട്ട് എനിക്ക് ലെയർ 2 ഉണ്ടാവും. ഇതിന്റെ വേറെ മോഡല് ബോളുള്ളത് ഞാനിവിടെ കണ്ടിട്ടുണ്ട്. അതല്ല ഞാൻ പറഞ്ഞത്, ഇതന്നെ ഞാൻ മാലക്ക് ഇതന്നെ. എന്നിട്ടില്ലേ ലോക്കറ്റില്ലേ ബോള് ലോക്കറ്റിന്റെ സ്ഥാനത്ത് ബോള് പിരിഞ്ഞ് അങ്ങനെയല്ലടാ, സെയിം ഇതന്നെ സാധനം. ഈ ലോക്കറ്റിന് പകരം ഇതുമ്പോ തന്നെ ഒരു ബോള്. ഈ 2 സാധനമാണ് ഞാൻ പറയുന്നത്. ഈ മുകളിലേക്ക് വരാൻ പാടില്ല. ഇത് നീ എന്നെ ശരിയാക്കി, ഞാൻ തോറ്റു. ഇത് വിലടത്തേക്ക് പോണെങ്കിൽ ഇടുകയാണെങ്കിൽ 1 മണിക്കൂർ ഇതിന് തന്നെ വേണ്ടി. എത്ര 8 ഗ്രാമുള്ളൂ? ഇത് ഇറക്കം കൂടി എന്ന് പറയാമോ? നേരത്തെ കഴുത്ത് കൂടി. ഇത്ര ഉണ്ട്. എത്ര വേണ്ട ചേച്ചി? ഇത്ര മതിയില്ലേ? എനിക്ക് ഇത്ര മതി. കട്ട് ചെയ്ത് കളയണം. സിമ്പിൾ മാല സാധാ ഇടാം. തൂക്കം നോക്കട്ടെ, എന്നിട്ട് കട്ട് ചെയ്യണം തീരുമാനിക്കും. ഇത്രയ്ക്കെന്നെ വേണമെന്ന് പറയുന്നത് ഇനി ഇല്ല. നീ ആ ഭാഗത്ത് ചെയ്യനേ ഇല്ല. ഏത് മോഡൽ? അയ്യ അതൊന്നും എനിക്ക് വേണ്ട. നീ ഇടിപ്പിക്കേണ്ട നേരെ പൂള്ള മേജോ. എനിക്കത് വേണ്ട. ചേച്ചിയുടെ പൾസ് മേജോ തല്ല നോക്കണ്. ഇത് കട്ട് ചെയ്ത് കളയാണ്ട് വേറെ ഒരെണ്ണം പിടിപ്പിക്കാൻ പറ്റുമോ അല്ലേ? പക്ഷെ എനിക്ക് ഇതിന്റെ ബ്ലാക്ക് കളർ പുതിയ മോഡൽ വന്നിട്ടുള്ള ബ്ലാക്ക് അത് പച്ചയാ. വേറെ കളർ ഉണ്ടാ? ബ്ലാക്ക് ഉണ്ടാ? ഇതൊക്കെ ഇതൊക്കെ ഇപ്പോഴത്തെ സിമ്പിളായിട്ട് ഇടുന്ന സാധനങ്ങൾ. വേറൊരു മോഡല് ഞാൻ
മാറ്റി നീ ഇതൊന്നും കൊണ്ട് അത് സെലക്ഷൻ കിട്ടിയത് വന്നതാണ്. കാണുമ്പോൾ കുത്തമ്പള്ളിയാന്ന് തോന്നും, പക്ഷെ അതല്ല ഇടണത്. ഇതപ്പോ ട്രെൻഡിങ്. ഇതിപ്പോ എനിക്ക് ഈ തൃശ്ശൂര് വെടിക്കെട്ടിന് പോയ പോലെ തോന്നുന്നു. ഒരു ബിരിയാണി പോകുമ്പോ അത് അതിനേലും ഭംഗി, അടുത്ത് വരുമ്പോ അത് അതിനേലും ഭംഗി. അടിപൊളി. ഇതേ അടുത്ത് വരുന്നേ. ഇതൊക്കെ എത്ര വെയിറ്റ് വരണേ? ഇത് സ്റ്റോൺ വെയിറ്റ് കൂടുതൽ വരണല്ലേ? 14 ഗ്രാം. അതിനെല്ലാം എഴുതിണ്ടാവും മോഡലിന്റെ വെയിറ്റ്. നീ ഒരു കണ്ണാട നോക്കി വെക്ക മനസ്സിലാവും. ഇല്ലേ നല്ല ഭംഗിയില്ലേ? 6 പീസ് ഉണ്ടായിരുന്നത് ഈ 3 പീസ് കൊണ്ട് ഇളഞ്ഞ് വന്നിട്ട് വേണം. ഇതൊക്കെ ഈ കളറൊക്കെ ഇപ്പോഴത്തെ അത് വൈറ്റ് അല്ല, അതിനായിട്ടും ആ അപ്പോൾ വെയിറ്റ് ആകെ 11 ഗ്രാമുള്ളൂ, 11.5 ഗ്രാമുള്ളൂ സ്വർണ്ണം. ഇതുപോലത്തെ വൈറ്റ് തന്നെ വരുന്നുണ്ടാ? ഇല്ല അല്ലേ? അത് ഇതോളൂ അല്ലേ? നമ്മൾ എല്ലാ കളറിൽ നിന്ന് ഓരോന്ന് വെച്ച് നോക്കുക. വെയിറ്റ് ഉണ്ടായതുകൊണ്ടാണ്. ഇതിന് പണിക്കൂലി ഭയങ്കര വരും. ഇത്ര ഭയങ്കര ഒന്നും വരില്ല, നഗാസിൻ്റെ ഒക്കെ പോലെ വരില്ല. അല്ല ഞാൻ കാണിച്ചു കൊടുക്ക്. ഞാൻ കാണുന്നുണ്ട്, ഞാൻ കണ്ണാടക്ക് വെച്ചിട്ട്. പ്രൊഡ്യൂസർ കാശ് മുടക്കണ ആള് സംവിധായകന് അപ്പുറത്തിരിക്കുന്നത്. ഞാൻ ഒരക്ഷരം മിണ്ടിട്ടില്ല ഇത്ര നേരം. ഞാൻ അവിടെ എങ്ങനെ ഇരിക്കുക? മതിക്ക് ഇത് ഏതിലേലും ഉറപ്പിക്കും. ചേട്ടാ എവിടേക്ക് പോയേ? ഒന്നുമില്ല, അഭിപ്രായം പറയാനില്ലെന്ന്. കാണാനില്ലൂടെ ഒന്നും. ആ ഇപ്പൊ എത്തി. നോക്കിയോ പുതിയ മോഡല് മാലകൾ വന്നേക്കണ നോക്കി വേറെ കണ്ടോ? നോക്കിയ ചേച്ചിയുടെ ഉറക്കം പിടിച്ചാല ചേട്ടൻ കണ്ണാട വെച്ച് നോക്ക്. നോക്കിയേ ഈ മാലകൾ നോക്കിയേ. എന്നിട്ട് അതെ, ഈ 2 അവൾക്ക് എടുത്തു കൊടുക്കുകയാണെങ്കിൽ അങ്ങോട്ട് ഇങ്ങോട്ട് മാറി മറച്ചൊക്കെ ഇടാന്നാണ് പറയുന്നത് ഇവര് ഓരോന്നിന് പോകുമ്പോ. എന്ത് രസാല മാല. അത് പച്ചക്ക് തന്നെയല്ലേ പറ്റുള്ളൂ. പച്ചര കമ്മല അവിടെ ഇരിക്കുക, അത് കൊടുക്കാന്ന് പറഞ്ഞിരുന്ന ആളിന് ഇപ്പൊ പച്ച ഇന്ന വേണമെന്ന് പറയുന്നത്. നീ പച്ച എടുത്ത പോലെ മേച്ചോ, അതിനുള്ള ഡ്രസ് എടുക്കാൻ പോണ്ടേ പച്ച. ചെറിയ മറ്റേ ഈ മുനിങ്ങലി ഇതൊക്കെ വെട്ടി ഇതാക്കില്ലേ, പച്ച ഒക്കെ വെട്ടിട്ട് അതല്ലാന്ന് ഇപ്പൊ കയ്യിലുള്ള ഡ്രസ്സുകളുടെ മാച്ചിലുള്ള ഡ്രസ് സാധനം എടുക്കാനാ വന്നേക്കണേ. പച്ച എടുത്തു കഴിഞ്ഞാൽ ഇതിന് ചേച്ചിക്ക് അപ്പൊ ഡ്രസ് എടുക്കാൻ പോണം. നല്ല ഡ്രസ്സുണ്ട് ചേട്ടാ, നല്ല ഭംഗിയുണ്ട്. ഒരു പവനുള്ളോ? ഒരു പവൻ വാങ്ങിച്ചു തരുമോ? ഒരു പവൻ ശരിയാക്കില്ലാണ് ചോദിച്ചത്. അതെ, കമ്പിളി പതിപ്പ്. കാശില്ലെന്ന് ഇവിടെ ഒരു വാക്ക് പറഞ്ഞ സബ്സ്ക്രൈബേഴ്സ് അപ്പൊ കാശ് വരും അക്കൗണ്ടിലേക്ക്. സബ്സ്ക്രൈബേഴ്സ് വീഡിയോ കാണലാണ് അവർക്ക്, അല്ലാണ്ട് കാശ് തരല്ലേ. ഇത് സൈഡ് നോക്കി വെച്ചാൽ നീ വെറുതെ ആവശ്യമില്ലാണ്ട്. അത് ഭംഗിയില്ലേ സരിതിക്ക് അത് ഭംഗിയില്ല. അപ്പൊ നിനക്ക് ഇടാൻ കിട്ടില്ലെന്ന്. നീ ഇപ്പോ ഒരെണ്ണം എടുത്താൽ മതി, 2 എടുത്താൽ നിനക്ക് കല്യാണത്തിന് കിട്ടില്ല. ഇപ്പൊ 2 എടുത്താൽ എന്നിട്ട് പറയും നിന്നോട് പറയും ഇതാ നല്ലത് എന്ന് പറയും. അവളുടെ മനസ്സിൽ ഇതാ മോശം. ഞാൻ ഭംഗിയുള്ളതാ ചേച്ചിനോട് എടുപ്പിക്കാറ്, അപ്പോഴല്ലേ എനിക്കത് ഇടാൻ കിട്ടാ. അത് കാരണം നല്ല ഭംഗിയുള്ള ഞാൻ ചേച്ചിയുടെ അടുത്ത് പറയാറുള്ളൂ. അതല്ല, ഇതിപ്പോ ജൂലി അടുത്ത് പറഞ്ഞല്ലോ ഞാൻ നോട്ടിട്ടുണ്ട്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടായി. ഇതെനിക്ക് നല്ല ഇഷ്ടമായി. എനിക്ക് പച്ച 370 അതുകൊണ്ട് 5 പവൻ കിട്ടാണെങ്കിൽ തോന്നി. അത് മിഥുനത്തില് പറയില്ല ശമ്പളം 17 രൂപയുണ്ട്. നമ്മളെ കാശ് തേറ്റി കൊണ്ടുവരിക. ഇവര് കംപ്ലീറ്റ് കാർഡല്ലേ. എനിക്ക് കാർഡൊന്നുമില്ല. അല്ല ചേട്ടേ, ഞാൻ അടുത്തത് എന്നെ പറയരുത് കേട്ടാ. എല്ലാം നീ എന്നിട്ട് പറഞ്ഞ എനിക്ക് ഉപയോഗം നിനക്കല്ല കൂടുതല്. ഞാൻ ഒന്നും വാങ്ങിക്കില്ല ചേച്ചിരുന്നു. ഞാൻ ഉറപ്പിച്ചു ഒരു സാധനം ഇത് ഞാൻ ചേച്ചിട്ടില്ല. സന്തോഷം ചേട്ടൻ പറയാം. മൈക്ക് വെച്ചിട്ടുണ്ട് രഹസ്യം പറയണേ.
ഒരു രണ്ട് വേറൊരു കല്യാണം ഉണ്ട്, അതിന് പ്രസന്റേഷൻ കൊടുക്കാനായിട്ടുള്ള മോതിരം കല്യാണം. അത് ഭംഗിയുണ്ട്. വെയിറ്റ് കൂടോ? വെയിറ്റ് വെയിറ്റ് കുറവാ, വെയിറ്റ് കുറവ്. 2 gram ഉണ്ടാവുള്ളൂ. ഓ. മതിയാ? അത് മതി. കൈമ കിടക്കില്ലേ? കിടക്കും. കിടക്കില്ല. അത് മതിയോ? എന്നാലും മണ്ണം കുറവാണ്. കിടക്കും. എൻ്റെ മണ്ണുണ്ടാ? എനിക്ക് കിടക്കും. ആ ചെറുതല്ലേ മേലിട്ട് കൊടുക്കാൻ. അല്ല ചേട്ടന്റെ വിരലുകൾ ഭയങ്കര വണ്ണാലേ. ഞാൻ കണ്ണാട കൂടെ നോക്കുമ്പോൾ തോന്നണതാണോ? അത് തോന്നണതാ. എൻ്റെ ഇതിവിടെ മാത്രത്തിൽ വണ്ണം കൂടുതൽ, മറ്റുള്ളതില്ലേ. ഇത് ഇവിടെ അടിക്കാൻ. ഇവിടെ രണ്ടുപേരെ കൈ പിടിച്ചിരിക്കുക. നോക്കിയ സരിത അല്ല ചേട്ടന്റെ വിരലുകൾക്ക് ഇത്തിരി കൂടി വണ്ണം കൂടുതലുണ്ട്. പിന്നെ അത് 65-75 ആയിട്ട് മാറ്റില്ലേ. ഞാൻ 75, ഇത് 65. വെയിറ്റ് ഇല്ലേ? ആ അപ്പൊ അതിനുള്ളത് ഞാൻ കാണില്ലേ. പൈസ പറഞ്ഞു. അപ്പൊ ഞാൻ 75 വയസ്സാ. 75 ചേട്ടാ, 65 ചേട്ടാ. എൻ്റെ 75 ഞാൻ പെൻഷനായില്ലേ, പിന്നെ ഇങ്ങനെ 75 അയ്യോ, വെറുതെ കേൾക്കുന്നൊരു മണ്ടന്മാര. വെറുതെ പറഞ്ഞതാണേ. ഇവിടെ കാളത്തോടാണല്ലോ നമ്മളിപ്പോ നിക്കണേ. ഇവിടെ തൊട്ടടുത്താണ് റെസിഡന്റ് പാർലർ. അപ്പൊ ഞങ്ങളുടെ മുടി സ്പാ ചെയ്യാറായി. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ട് പോവാ, ഇവര് വീട്ടിലേക്കും പോവാട്ടാ. ശരി, ഞങ്ങൾ പോട്ടെ.